നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ ജയ്സാൽമീർ മിലിറ്ററി സ്റ്റേഷന് സമീപം വാഹന അപകടത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ കരസേനാ മേജർ കൊല്ലപ്പെട്ടു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശിയായ മേജർ ഹംസ ആരിഫാണ് മരിച്ചത്. 30 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. വിവാഹം കഴിഞ്ഞ ഒരു മാസം മാത്രമുള്ളപ്പോഴാണ് ദാരുണ അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ലഫ്റ്റനന്റ് റാങ്കിലുള്ള 2 സൈനിക ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് അപകടം സംഭവിച്ചത്. മേജർ ഹംസയും സഹപ്രവർത്തകരും സഞ്ചരിച്ച ടാറ്റ സവാരി കാർ ഒട്ടകത്തെ ഇടിച്ച് പലതവണയായി മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ ഹംസയെ സമീപത്തെ മിലിറ്ററി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. 7 വർഷത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഹംസയുടെ വിവാഹം കഴിഞ്ഞത്. ഇരുവീട്ടുകാരും വിവാഹത്തെ ആദ്യം എതിർത്തിരുന്നുവെങ്കിലും ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിലാണ് വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതം മൂളിയത്. ഡിസംബറിൽ ഇൻഡോറിൽ വെച്ച് വലിയ രീതിയിൽ വിവാഹ സൽക്കാരം നടത്താൻ പദ്ധതിയിട്ടിരിക്കവെയാണ് ദുരന്തം സംഭവിച്ചത്. ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ ആർമി ഏരിയയ്ക്കുള്ളിലെ റോഡിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ 5 തവണ തലകീഴായി മറിഞ്ഞ വാഹനം 100 മീറ്ററോളം ദൂരേക്ക് തെറിച്ചുപോയി. ഒട്ടകം സംഭവ സ്ഥലത്ത് തന്നെ ചത്തു. അപകട വിവരം അറിഞ്ഞ് ഓടിയെത്തിയ സൈനികരാണ് തകർന്ന വാഹനത്തിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരെ പുറത്തെടുത്ത് മിലിറ്ററി ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ചികിത്സയിലിരിക്കെയാണ് മേജർ ഹംസ ആരിഫ് മരണപ്പെടുകയായിരുന്നു. ലഫ്റ്റനന്റ് അഭിനവ് റാത്തോഡ്, ലഫ്റ്റനന്റ് ആയുഷ്മാൻ ഗുസൈൻ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അപകടത്തിൽപ്പെട്ട വാഹനം ഓടിച്ചിരുന്നതും മേജർ ഹംസയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജയ്സാൽമീറിലെ ജവഹർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകട സമയത്ത് ജയ്സാൽമീർ മിലിറ്ററി സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു മേജർ ഹംസ ആരിഫ്. 2016-ൽ ചമേലി ദേവി കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം 2017-ലാണ് ഇന്ത്യൻ ആർമിയിൽ ചേരുന്നത്. സേവന മികവിലൂടെയാണ് പിന്നീട് മേജർ പദവിയിലേക്ക് ഉയർന്നത്. സംഭവത്തിൽ പ്രാദേശിക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 സഹോദരിമാരും രക്ഷിതാക്കളും അടങ്ങിയതാണ് മേജർ ഹംസ ആരിഫിന്റെ കുടുംബം. ആഘോഷങ്ങൾ നടക്കേണ്ടിയിരുന്ന വീട്ടിലേക്ക് മേജറിന്റെ ചലനമറ്റ ശരീരം എത്തിയത് കണ്ടുനിന്നവരുടെയും മിഴി നനയിച്ചു. വിവാഹ സമയത്തെ ചിത്രങ്ങളും പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്.